A.K. Antony ji, Vyala Ravi ji, Mukul Vasnik ji, Uman Chandy ji, V.M. Sudhiran ji, Ramesh Chenithala ji, V.D. Satisan ji, Deepak Babaria ji, Suraj Hegde ji, Raja Brar ji, Dean Kuryakos ji, M.K. Raghavan ji, Mullapalli Ramachandran ji, K.C. Venugopal ji, K.V. Thomas ji, Kodikunil Suresh ji, P.C. Chako ji, M. Shanwaz ji, all my friends from the Youth Congress, NSUI, brothers and sisters. ആദരണീയനായ A.K. ആന്റണി ജി, ബഹുമാന്യനായ വയലാർ രവി ജി, ആദരണീയനായ ഉമ്മൻചാണ്ടി ജി, ബഹുമാന്യനായ അധ്യക്ഷവേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ യുവജന നായകന്മാരെ, സുഹൃത്തുക്കളെ, I would like to start by giving greetings to the people of Calicut. I am delighted to be here in this beautiful part of the country. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നായ കോഴിക്കോടിലെ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേരാൻ ആഗ്രഹിക്കുന്നു. സവിശേഷമായ ഒരു ഭാഗ്യമായി ഈ മണ്ണിലെത്തി നിങ്ങളെ കാണാനുള്ള ഒരു അവസരത്തെ ഞാൻ നോക്കിക്കാണുന്നു. I would like to congratulate the Youth Congress for organizing this and the entire Congress party for putting up such a good show. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കോഴിക്കോടിന്റെ കടപ്പുറത്തെ ജനസാഗരമാക്കുന്ന കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് എടുത്ത അധ്വാനത്തെ, കോൺഗ്രസ് അതിന് നൽകിയ പിന്തുണയെ ഞാൻ അഭിനന്ദിക്കുന്നു. I am confident that the youngsters in the Youth Congress and the NSUI, the youngsters in Kerala, are going to provide a brilliant future for both the Congress party and Kerala in the coming future. എനിക്ക് 100% വിശ്വാസമുണ്ട്. ഈ രാജ്യത്തെ, ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ യുവജനങ്ങൾ, വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകർ, അവരെല്ലാവരും തന്നെ രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തുറ്റ ഒരു ഭാവി ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിർണായകമായ ഒരു സ്വാധീനമാവാൻ പോവുകയാണ് എന്ന 100% വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. And I am confident that you will protect and nurture the ideology of the Congress party, which is so important for this country and for this state. കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കാൻ ഇവിടുത്തെ യുവജനങ്ങൾക്ക് കഴിയുമെന്നുള്ളത് ഈ രാജ്യത്തെ മുൻനിർത്തി പ്രതീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The Congress party believes in protecting the interests of every single person in this country, regardless of how poor he is, how rich he is, what he does, what religion he comes from, what caste he belongs to. We believe that every single person in this country has the right to space, has the right to dream in this country. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനാവട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ, ഉള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, ഏത് തരത്തിൽ ജീവിക്കുന്നവരാവട്ടെ, ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ അവൻ ഓരോരുത്തരും ലഭിക്കേണ്ട മുഴുവൻ അവകാശങ്ങളെ സംബന്ധിച്ച്, അവൻ കാണുന്ന സ്വപ്നങ്ങളെ സംബന്ധിച്ച് അതിന്റെ സംരക്ഷണ കവചം ഓരോ ഇന്ത്യക്കാരന്റെയും തീർക്കാൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എക്കാലത്തും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And Congress politics is about protecting the interest, especially of the weak people, of farmers, of laborers, and ensuring that they too have a great future in this country. കോൺഗ്രസിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ, രാജ്യത്തെ ദുർബലൻ, രാജ്യത്തെ കർഷകൻ, രാജ്യത്തെ കർഷക തൊഴിലാളി, രാജ്യത്തെ തൊഴിലാളി സമൂഹം, അങ്ങനെയുള്ള പാവപ്പെട്ടവൻ ഓരോരുത്തരും അവന്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ്. അത് കോൺഗ്രസ് നിറവേറ്റുക തന്നെ ചെയ്യും. And I am confident that the interests of the weak and the poor are being protected by our government in Kerala. എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരന്റെ മുഴുവൻ താല്പര്യങ്ങളെയും സംരക്ഷിക്കാൻ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിയുന്നു എന്നുള്ളതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. Today is the birthday party, first birthday party of our government,
ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. രാജ്യം ഭരിക്കാൻ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത തീരുമാനിച്ച സർക്കാരിന്റെ ഒന്നാമത്തെ പിറന്നാളാണ്. The NDA government is celebrating their birthday. NDA സർക്കാർ അവരുടെ ഒന്നാം വാർഷികം ഇപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. So I would like to, on behalf of the Congress party, I would like to officially wish the suit boot sarkar a happy birthday. രാജ്യത്തെ സാധാരണക്കാരനെ മറന്ന, പാവങ്ങളെ മറന്ന, കർഷകനെ മറന്ന, തൊഴിലാളികളെ മറന്ന, പണക്കാരന്റെ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തുന്ന സൂട്ട് ബൂട്ട് സർക്കാരിന് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായ ഒന്നാം വാർഷികാശംസകൾ നേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Unfortunately, the celebration is for a few friends of the government. It is for a few powerful friends of the government, and our kisans, our mazdoors, our small businessmen, they have nothing to celebrate. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, രാജ്യത്തെ സാധാരണക്കാരന് ആഘോഷിക്കാനൊന്നുമില്ല, രാജ്യത്തെ കർഷകന് അഭിമാനിക്കാനൊന്നുമില്ല, രാജ്യത്തെ കർഷക തൊഴിലാളിക്ക് സന്തോഷിക്കാനൊന്നുമില്ല. പ്രധാനമന്ത്രിയുടെ അടുക്കളയിൽ കയറാൻ കഴിയാവുന്ന ചുരുക്കം ചില കോർപ്പറേറ്റുകൾക്ക് മാത്രമായി ഈ ഒന്നാം വാർഷികാഘോഷം ഈ ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്നു. I promised my BJP colleagues in parliament that I would not use their patented word, the suit boot sarkar word in parliament, but with their permission I would like to use it in this speech. ഞാൻ ഇന്ത്യൻ പാർലമെന്റിനകത്തെ അസ്വസ്ഥരായ ബിജെപിയുടെ എന്റെ സഹപ്രവർത്തകർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. സൂട്ട് ബൂട്ട് സർക്കാർ എന്ന വാചകം ഞാൻ പാർലമെന്റിൽ ഇനി തൽക്കാലത്തേക്ക് ഉപയോഗിക്കില്ല എന്നവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ യുവജന സാഗരത്തിന്റെ മുന്നിൽ അവരുടെ അനുമതിയോടുകൂടി ഈ സർക്കാരിനെ, സാധാരണക്കാരനെ മറന്ന ഈ സർക്കാരിനെ സൂട്ട് ബൂട്ട് സർക്കാർ എന്ന് ആവർത്തിച്ച് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Now I'm traveling. I went to Maharashtra. I went by train to Punjab. I came today by aeroplane. Wherever I am traveling, people shake my hand. They wink at me. They shake my hand and they say, you know, we were thinking of a word to define this government, and you defined it perfectly in parliament. This government, the best definition for this government is suit boot ki sarkar. ഞാൻ മഹാരാഷ്ട്രയിലെ വിദർഭയിൽ പോകുമ്പോ, പഞ്ചാബിലോ തെലങ്കാനയിലോ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നിറങ്ങുമ്പോ, ഇന്ന് ഞാൻ കേരളത്തിൽ വിമാനത്തിൽ ഈ കേരള സംസ്ഥാനത്തേക്ക് വന്നിറങ്ങുമ്പോ എന്നെ കാണുന്ന സാധാരണക്കാരായ ജനങ്ങൾ എന്റെ കൈപിടിച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഒരു കാര്യം എന്റെ മുഖത്ത് നോക്കി പറയുന്നു: ഈ സർക്കാരിനെ, പാവപ്പെട്ടവന്റെ താല്പര്യങ്ങളെ മറന്ന ഈ സർക്കാരിനെ എന്ത് പേരെടുത്തുമെന്നറിയാതെ, എന്ത് പേരെടുത്ത് വിളിക്കുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു വാചകം അങ്ങ് പറഞ്ഞു തന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, സൂട്ട് ബൂട്ട് സർക്കാർ എന്ന് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും ഉചിതമായ പേര്. There are a number of reasons why this phrase suit boot sarkar works, and why people completely agree that the government is actually a suit boot sarkar, and I would like to elaborate a little bit on these reasons. ഈ സർക്കാരിനെ സൂട്ട് ബൂട്ട് സർക്കാർ എന്ന് വിളിക്കപ്പെടുന്നതിന് തക്കതായ കാരണങ്ങളുണ്ട്. അത് വിളിക്കപ്പെടുമ്പോ ജനങ്ങൾ അത് അംഗീകരിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. ആ കാരണങ്ങളെ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The first reason, of course, is our Prime Minister's fascination with clothes. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ, സാധാരണക്കാരനെ മറന്ന പ്രധാനമന്ത്രിയുടെ സ്യൂട്ടുകളോടുള്ള അഭിനിവേശമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നത്. And he has been called a fashion icon, and I think that is a good thing. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിക്കപ്പെടുന്നത് ഒരു ഫാഷൻ ഐക്കൺ ആയിട്ടാണ്. ഞാൻ കരുതുന്നു ഒരുപക്ഷെ അത് നല്ലതായിരിക്കാം. But what many people do not appreciate, and many Indian people have told me this, farmers have told me this, laborers have told me this, what they do not appreciate, they do not mind that their Prime Minister wears clothes, changes clothes regularly. What they did not like was the fact that their Prime Minister
possibly for the first time, any Prime Minister wore a suit worth 10 lakh rupees. അദ്ദേഹം നല്ല കോട്ടണിയുന്നതിൽ രാജ്യത്തെ ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കില്ല. അദ്ദേഹം വസ്ത്രം മാറുന്നതിൽ രാജ്യത്തെ ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കില്ല. ഒരു ഫാഷൻ ഐക്കൺ എന്ന് വിളിക്കപ്പെടുമ്പോഴും എന്തുകൊണ്ട് ഈ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചിന്തിക്കണം. അങ്ങനെ വിളിക്കപ്പെടുമ്പോഴും ഈ രാജ്യത്തെ കർഷകനോ കർഷക തൊഴിലാളിക്ക് സാധാരണക്കാരനോട് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരുടെ പട്ടിക എടുക്കുമ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി, സാധാരണക്കാരനെ പ്രതികരിക്കുന്ന ഒരു പ്രധാനമന്ത്രി 10 ലക്ഷം രൂപയുടെ ഒരു കോട്ടണിഞ്ഞ് നിൽക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. People genuinely felt uncomfortable that here is a country where there are farmers committing suicide. Here is a country where farmers are working day in and day out. Here is a country where laborers are working. Here is a country where people are getting Narega wages. And then the representative of that country wears a suit worth 10 lakh rupees, and they felt that this did not gel with the image of a prime minister. I don't think any other prime minister before Narendra Modi ji, and I include Mr. Vajpayee, has done something of this nature. ജനങ്ങളുടെ അസ്വസ്ഥതയ്ക്ക് നീതീകരണമുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ, ഈ രാവും പകലും അധ്വാനിക്കുന്ന കർഷകൻ, പൊള്ളുന്ന വെയിലിൽ പണിയെടുക്കുന്ന തൊഴിലാളി, അവനൊക്കെ അവന്റെ വേതനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ, അവന്റെ അപ്പത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ അവനെ പ്രതിദാനം ചെയ്യേണ്ട ഒരു പ്രധാനമന്ത്രി 10 ലക്ഷം രൂപയുടെ കോട്ടണിയുന്നത് സ്വാഭാവികമായും ജനങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തിനധികം പറയുന്നു, രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയും ഇത്തരത്തിലൊരു കോട്ടണിഞ്ഞിട്ടില്ല. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, ബഹുമാന്യനായ അടൽ ബിഹാരി വാജ്പേയി പോലും 10 ലക്ഷത്തിന്റെ ഒരു കോട്ടണിഞ്ഞ ചരിത്രം ഇന്ത്യയുടെ മണ്ണിലില്ല എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It showed a certain insensitivity towards the poor people of this country, towards the weak people of this country, towards the people of this country who struggle every day to put food on the table. കഠിനമായ അധ്വാനത്തിലൂടെ ഓരോ ദിനവും തള്ളി നീക്കുന്ന, വലിയ പ്രയാസങ്ങളിലൂടെ ജീവിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരന്റെ വികാരങ്ങളുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്നതല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ വസ്ത്രധാരണ രീതി എന്നുള്ളത് എടുത്തു പറയുന്നു. But really, as political opponents, we cannot fault the Prime Minister for his taste in clothes. But what we can fault the Prime Minister for is his approach towards the poor people of this country. ഒരു രാഷ്ട്രീയ എതിരാളികൾ എന്ന നിലക്ക്, പ്രതിപക്ഷം എന്ന നിലക്ക് പ്രധാനമന്ത്രിയുടെ കോട്ടിന്റെ പേരിൽ മാത്രം വിമർശനങ്ങൾ ഉന്നയിക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ വിമർശനത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് രാജ്യത്തെ സാധാരണക്കാരനെ, രാജ്യത്തെ കർഷകനെ, അവനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ മൗനം പാലിക്കുന്ന, നിലപാടുകളില്ലാത്ത, പ്രവർത്തനങ്ങളില്ലാത്ത, അവനെ സഹായിക്കാത്ത ആ സർക്കാരിന്റെ നടപടികൾക്കെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം ഈ മണ്ണിൽ നിന്ന് ഉയരുന്നത്. What disturbs us in the Congress party, and it disturbs us very deeply, is the fact that the Prime Minister does not seem to care for the poor people of this country. He does not seem to believe in the poor people of this country. Look, he has traveled everywhere. He's gone to America, he's gone to Canada, England, Australia, China, Japan, Nepal. But I have not seen him once go to a poor man's house and hold his hand. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുന്നത് ഞാൻ കണ്ടു. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കാനഡ സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലും ചൈനയിലും ജപ്പാനിലും മംഗോളിയയിലും അങ്ങനെ ലോകരാജ്യങ്ങളിൽ മുഴുവൻ സഞ്ചരിക്കുന്നത് ഞാൻ നിരന്തരം കാണുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, കോൺഗ്രസ് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്നത്, അങ്ങനെ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഈ പ്രധാനമന്ത്രി ഈ നാട്ടിലൊരു പാവപ്പെട്ടവന്റെ കൂരയിൽ, ഈ നാട്ടിലൊരു സാധാരണക്കാരന്റെ അടുത്ത്, ഈ നാട്ടിലൊരു കർഷകന്റെ അടുത്ത് ഒരു തവണയെങ്കിലും പോവാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെ അസ്വസ്ഥരാക്കുന്നത്. The Kisan has had a very bad year. Hailstorms and unseasonal rain
hit the Kisan some time back. നമ്മുടെ കർഷകർക്ക്, പാവപ്പെട്ട കർഷകർക്ക് അനുകൂലമായ കാലാവസ്ഥയിലൂടെയല്ല ഈ വർഷം കടന്നുപോയത്. ഒരുപക്ഷെ മഴക്കാലം തെറ്റി വരുന്നു, മറ്റു പലപ്പോഴും മഴ ലഭിക്കാതെ പോകുന്നു. The job of the government is to protect the interest of the farmer when he struggles. ഈ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താണ്? രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തം ഒരു കർഷകൻ ദുരിതങ്ങളെ നേരിടുമ്പോ, ഒരു കർഷകൻ പ്രയാസങ്ങളെ നേരിടുമ്പോ അവന്റെ ദുഃഖത്തിൽ ആശ്വാസമാവാനുള്ള, അവന്റെ കഷ്ടപ്പാടിൽ പ്രത്യാശയാവാനുള്ള, അവന്റെ ബലഹീനതയിൽ ശക്തിയാവാനുള്ള ഉത്തരവാദിത്തം ഈ സർക്കാർ മറന്നുപോകുന്നു. If you recall, when the Kisan had a difficult time under the UPA government, we gave 70,000 crore relief to the Kisans of this country. UPA സർക്കാരിന് പറയാനുള്ള ചരിത്രം മറ്റൊന്നായിരുന്നു. ഈ രാജ്യത്തെ കർഷകൻ ആത്മഹത്യയുടെ മുൻപിൽ നിന്നപ്പോ, സ്വന്തം ജീവൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തപ്പോ 70,000 കോടി രൂപയുടെ ബാധ്യത ഒറ്റയടിക്ക് എഴുതി തള്ളിയ ചരിത്രം കുറിച്ച സർക്കാരാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാർ. Modi ji promised in his election speeches that the MSP would be increased. No such increase took place. The bonus has been done away with. And possibly the most important thing that we did for the Kisan, the land bill is being destroyed. തെരഞ്ഞെടുപ്പ് റാലികളിലെ കയ്യടി പ്രസംഗത്തിന് വേണ്ടി നരേന്ദ്രമോദി ഉപയോഗിച്ച വാക്കുകൾ അത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, മിനിമം സപ്പോർട്ട് പ്രൈസ്, കർഷകനുള്ള താങ്ങുവില അത് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സർക്കാരിനെ കൊണ്ട് കഴിയുമെന്ന്. അദ്ദേഹം പറഞ്ഞു, കർഷകന് നൽകേണ്ട ബോണസ് അത് കൃത്യമായി കർഷകനിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്ന്. അതിനേക്കാളെല്ലാം ഖേദകരം, രാജ്യത്തെ കർഷകന്റെ ഭൂമിക്ക് വേണ്ടി UPA സർക്കാർ കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ ബിൽ, അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന നയപരിപാടികളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. I already mentioned in Parliament that 3 changes are being brought to the land bill, and I would like to mention them here again. The first change is about consent. We said that if we are going to acquire land from Kisans, then it is important that the Kisan consents to that acquisition. ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉയർത്തിയ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, ഒരു മരം വെട്ടുമ്പോൾ ആ മരത്തിൽ വസിക്കുന്ന പക്ഷിയുടെ പോലും അനുമതി മേടിക്കണമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ കർഷകന്റെ ഭൂമി അതിവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, കുത്തകൾക്ക് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ ഒരു വാക്ക കർഷകനോട് പറഞ്ഞ് അവന്റെ അനുമതിയോടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ആ ഭൂമി വിട്ടുകൊടുക്കുന്ന നയമല്ല ഈ സർക്കാരിനുള്ളത്. കർഷകന്റെ അനുമതി എന്ന ആ ഘടകം, ആ വകുപ്പ് ഈ ബില്ലിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ എടുത്തു മാറ്റിയിരിക്കുന്നു. We said that if land is going to be taken from the Kisan, then a social assessment, social impact assessment needs to be done, and we need to find out exactly who is being damaged by the acquisition, who works on the land, which farmers are being damaged, and their interests need to be protected. ഒരു ഭൂമി എന്ത് പ്രവർത്തനത്തിന് വേണ്ടി ഏറ്റെടുക്കുമ്പോഴും UPA സർക്കാർ ഒരു നയം കൊണ്ടുവന്നു. അതെന്താ? അത് വ്യക്തമാക്കുന്നത്, ആ നയങ്ങൾ പറയുന്നത് ഒരു സാമൂഹ്യ ആഘാത പഠനം നടത്തണം, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ്. ആ സാമൂഹ്യ ആഘാത പഠനത്തിൽ നിന്ന് നമുക്ക് ബോധ്യം വരണം, ആ മണ്ണിൽ പൊന്നു വിളിക്കുന്ന കർഷകനെ അത് എത്രത്തോളം ബാധിക്കും, അവിടെ അധ്വാനിക്കുന്ന കർഷക തൊഴിലാളിയെ അത് എത്രത്തോളം ബാധിക്കും, അവിടെ പണിയെടുക്കുന്ന പാവപ്പെട്ടവനെ അത് എത്രത്തോളം ബാധിക്കുമെന്നുള്ള അന്വേഷണം ആ പഠനത്തിലൂടെ നാം നടത്തേണ്ടിയിരിക്കുന്നു. And the third thing we said, and possibly something that shows the intention of the NDA government, was that if the land is not used within 5 years, if the project has not been started within 5 years, then that land should go back to the farmer. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു വസ്തുത, ഈ ഭൂമി 5 വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത് ഒരു വികസന പ്രവർത്തനവും അവിടെ നടത്തിയിട്ടില്ലെങ്കിൽ, അവിടെ വാഗ്ദാനം ചെയ്ത തൊഴിലവസരങ്ങൾ അത് സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ, അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ച വികസന പ്രവർത്തനങ്ങൾ ആ ഭൂമി ഏറ്റെടുക്കലിലൂടെ നടപ്പിലാക്കാൻ, ആ പ്രൊജക്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, 5 വർഷം കൊണ്ട് ഇതൊന്നും സാധ്യമായിട്ടില്ലെങ്കിൽ ആ ഭൂമി അതിന്റെ യഥാർത്ഥ ഉടമക്ക്, ആ കർഷകനിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളത് UPA സർക്കാരിന്റെ വെള്ളം ചേർക്കാത്ത നയമായിരുന്നു. The BJP government, for some reason, is in a very, very big hurry to change this law. രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ
എന്ത് കാരണത്താലാണെന്ന് എനിക്കറിയില്ല, വളരെയധികം തിടുക്കം കാണിക്കുന്നു. ഈ നിയമം പാർലമെന്റിൽ ഓർഡിനൻസിലൂടെ കൊണ്ടുവരാൻ, ഈ നിയമം ദ്രുതഗതിയിൽ നടപ്പിലാക്കാൻ UPA സർക്കാർ കൊണ്ടുവന്ന കർഷക സ്നേഹം നിറഞ്ഞ നയപരിപാടികൾ, വകുപ്പുകൾ എടുത്തുമാറ്റി കർഷക ദ്രോഹം നിറഞ്ഞ നിയമം നടപ്പിലാക്കാൻ അവർ തിടുക്കം കാണിക്കുന്നു. One gets the feeling that for some reason they have to change this law. This law simply cannot be allowed to remain. നിഷ്പക്ഷമായ ഒരാൾ ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്നു, ബോധ്യം വരുന്നു, ഈ സർക്കാർ കൊണ്ടുവന്ന നിയമത്തെ അതിനെ മാറ്റേണ്ടത് ഒരു അനിവാര്യതയാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. The logic that they are giving is very simple. They are saying, and they have told the youngsters of this country that they want to give the youngsters jobs. And they are saying that this land bill needs to be changed in order for the youngsters of this country to be given jobs. കർഷകന്റെ താല്പര്യങ്ങളെ മുൻനിർത്തി UPA കൊണ്ടുവന്ന നിയമങ്ങളിൽ വെള്ളം ചേർക്കുമ്പോ, മാറ്റം വരുത്തുമ്പോ അവര് മുന്നോട്ട് വെച്ചൊരു ന്യായീകരണമുണ്ട്. രാജ്യത്തെ ചെറുപ്പക്കാരന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം, രാജ്യത്തെ ചെറുപ്പക്കാരന് തൊഴിൽ ലഭിക്കണം. ആ ചെറുപ്പക്കാരനെ മുൻനിർത്തി ഈ ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ അവന്റെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന കള്ള ന്യായീകരണം പറഞ്ഞാണ് അവരിതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നോക്കുന്നത്. They are linking the Prime Minister's Make in India concept to the land bill. And they are making the argument that the single biggest impediment to Make in India is this land bill. ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന മുദ്രാവാക്യം, മേക്ക് ഇൻ ഇന്ത്യ, ആ മുദ്രാവാക്യം നടപ്പിലാക്കണമെങ്കിൽ ഈ ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ, UPA കൊണ്ടുവന്ന ബില്ലിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് അവർ പറയുന്നു. ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഏക മാർഗം ഈ ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് എന്ന് അവർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. So they are saying to the youth of India, to the farmers of India, that dear farmers, dear laborers, let us take your land away from you. And when you give us your land, we will give you jobs in return. രാജ്യത്തെ യുവാക്കളോട്, കർഷകനോട്, കർഷക തൊഴിലാളിയോട് നരേന്ദ്രമോദിജിയുടെ സർക്കാർ പറയുന്നു, നിങ്ങളുടെ ഭൂമി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഭൂമി ഞങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് പകരം ലഭിക്കാൻ പോകുന്നത് നല്ല തൊഴിലവസരങ്ങളാണ് എന്ന വാഗ്ദാനം അവർ നൽകുന്നു. So somebody asked the finance ministry a question. Somebody in RTI asked a very important question. They asked the finance ministry, how many projects are blocked because of land? ഭൂമി ഏറ്റെടുക്കൽ ബില്ലിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ സർക്കാരിനോട് ഒരു ചോദ്യം സ്വാഭാവികമായി വരുന്നു. ഈ രാജ്യത്തിന്റെ ധനവകുപ്പിനോട്, രാജ്യത്തിന്റെ ധനമന്ത്രിയോട്, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അതുപോലെ തന്നെ പുറത്തും RTI ഉപയോഗിച്ചും ചോദ്യങ്ങൾ വരുന്നു. എത്ര പ്രൊജക്ടുകളാണ്, എത്ര അവസരങ്ങളാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ ബില്ലിന്റെ തടസ്സം കൊണ്ട് മാത്രം ഇനിയും തുടങ്ങാൻ കഴിയാതെ നിൽക്കുന്നത് എന്ന ചോദ്യം. You would expect that if land is seriously an issue as far as Make in India is concerned, there should be at least 80 or 90% of the projects blocked because of land. മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രൊജക്ടിന് ഭൂമി മാത്രമായിരുന്നു തടസ്സമെങ്കിൽ സ്വാഭാവികമായും ഒരാൾ പ്രതീക്ഷിക്കുന്നത് അവിടെ പറയുന്ന പ്രപ്പോസലുകൾക്ക് 80% തടസ്സം ഭൂമി ലഭിക്കാത്തത് മാത്രമാണ് എന്ന് സ്വാഭാവികമായും പ്രതീക്ഷിച്ചേക്കാം. But the answer the finance ministry gave is only 8% of projects are blocked because of land. പക്ഷേ ധനകാര്യ വകുപ്പ് നൽകിയ ഉത്തരം ഞെട്ടിപ്പിക്കുന്നതാണ്. 80ഇല്ല, 70ഇല്ല, 50ഇല്ല, 25ഇല്ല, 10 പോലുമില്ല, കേവലം 8% മാത്രമാണ് ഭൂമിയുടെ പേരിൽ നമുക്ക് തുടങ്ങാൻ കഴിയാത്ത പ്രൊജക്ടുകളെന്ന് ധനകാര്യ വകുപ്പ് തന്നെ അതിന്റെ ഉത്തരമായി നൽകുന്നു. So let me tell the youth, the kisans and the mazdurs of this country something. The biggest lie that you are being told, the biggest lie that you are being told is that the reason you are not getting jobs is because there is no land. There is plenty of land available with the government of India. There's plenty of land available with state governments. There's plenty of land available in this country to build factories. The reason you are being told this is because the Soot Boot Sarkar wants to take away your land. ഈ രാജ്യത്തെ കർഷകനോടും യുവാവിനോടും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
കഴിഞ്ഞ ഒരു വർഷമായി ഈ ഗവൺമെന്റ് ഇവിടെ പറയുന്ന ഒരു പച്ചക്കള്ളം, അവർ പറയുന്ന ഏറ്റവും വലിയ കള്ളം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെറും 8% മാത്രമാണ് ഈ ഭൂമിയുടെ പേരിൽ പ്രൊജക്ടുകൾ തടസ്സപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ തൊഴിലിന്റെ തടസ്സം അത് ഭൂമിയല്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വരും. ഈ രാജ്യത്തെ സർക്കാരിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഭൂമിയുണ്ട്, രാജ്യത്തെ സർക്കാരിന്റെ കയ്യിൽ നിരവധി ഭൂമിയുണ്ട്. ആ ഭൂമിയൊന്നും തൊടാതെ നിങ്ങൾ പൊന്നു വിളിക്കുന്ന, നിങ്ങൾ അധ്വാനിക്കുന്ന ആ കർഷകന്റെ ഭൂമി ഈ സർക്കാർ തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. The Prime Minister says that he has reduced corruption. Let me tell you that this is the single biggest act of corruption that is taking place. The largest corruption that takes place in this country is about land. The largest, biggest corruption that takes place is when land is taken away from poor people without any recourse. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി കഥകൾക്കൊന്നാണ് ഈ മണ്ണ് ഇവിടെ അരങ്ങുവാണുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി കഥകളിൽ ഒന്നായി ഇത് മാറാൻ വേണ്ടി പോകുന്നു. പാവപ്പെട്ടവന്റെ ഭൂമി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, കുത്തക കമ്പനികൾക്ക് വേണ്ടി ന്യായവില പോലും കൊടുക്കാതെ ചുളവിലക്ക് അടിച്ചെടുക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി പ്രവർത്തനമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. And the reason they're doing this is because they do not want farmers to benefit from their land, which is going to appreciate in the near future. They want their business friends, 2 or 3 business friends, to benefit from this land. And that is why they want to allow easy acquisition. ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഗുണം ഇവിടുത്തെ പാവപ്പെട്ടവനല്ല, ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഗുണം ഇവിടുത്തെ സാധാരണക്കാരനുമല്ല. വിരലിലെണ്ണാവുന്ന 1-2 കുത്തകകൾ, പ്രധാനമന്ത്രിയുടെ അടുപ്പക്കാർ, അവർക്ക് വേണ്ടിയാണ് ഈ ഭൂമി മുഴുവൻ നരേന്ദ്രമോദിജി ഏറ്റെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Narendra Modi ji became Prime Minister because of the funds that his friends gave him to win the election, to carry out the big marketing campaign that got him elected. He cannot betray their interests. He has to support their interests, and he is going to betray the interests of the farmers and the laborers as a result. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രതിജ്ഞാബദ്ധനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഉറച്ച തീരുമാനമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ല, കർഷകനെ സഹായിക്കാൻ വേണ്ടിയുമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരവേലകൾക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള 10,000-കണക്കിനായ കോടി രൂപ ചെലവാക്കിയ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് നന്ദി ചെയ്യുന്ന, അവർക്ക് വിടുപണി ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. On one side they are taking away land from the Kisan, and I'm sure over here there are many of my fishermen friends. They want to take the land away from the Kisan, and they want to take the sea away from the fishermen. ഒരു വശത്ത് കർഷകന്റെ ഭൂമി തട്ടിയെടുക്കുന്നു, ഒരു വശത്ത് കർഷക തൊഴിലാളിയുടെ ഭൂമി തട്ടിയെടുക്കുന്നു, മറുവശത്ത് കടലമ്മയുടെ മക്കൾ എന്ന് വിശ്വസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് അവന്റെ അമ്മയെ പോലെ അവൻ സ്നേഹിക്കുന്ന ആ കടലിനെയും തട്ടിയെടുക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നു. Poor fishermen have to carry passports and will become foreigners in their own country. ജനിച്ച മണ്ണിൽ വിദേശിയാവാൻ വിധിക്കപ്പെട്ടവരായി നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മാറുന്ന ദയനീയമായ സാഹചര്യം ഇന്ത്യയുടെ മണ്ണിൽ അരങ്ങേറാൻ പോകുന്നു. ഈ കടലിലേക്ക് ഇറങ്ങണമെങ്കിൽ, ഈ കടലിൽ മത്സ്യബന്ധനം നടത്തണമെങ്കിൽ പാസ്പോർട്ട് എടുത്തിറങ്ങേണ്ട ഗതികേടിലേക്ക് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ മാറാൻ വേണ്ടി പോകുന്നു. Now, on the first anniversary, on the first birthday party, the Prime Minister says that he has been very successful in curbing prices. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു, ഈ സർക്കാർ 1ാം വാർഷികം ആഘോഷിക്കുമ്പോൾ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന്റെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് പോലും. Fuel prices have gone up, consumer prices have gone up. ഇതിനകം തന്നെ നിരവധി വില വാണം പോലെ കുതിച്ചുയരുന്നത് രാജ്യത്തെ ജനങ്ങൾ കണ്ടു നിൽക്കുകയാണ്. You can ask anybody, any housewife in the country, and she will tell you prices are going up. You can ask anybody in the country, they will tell you prices are going up. And the Prime Minister is saying he has controlled prices. നിങ്ങൾ കോൺഗ്രസിന്റെ നേതാവിന് ചെവി ഓർക്കണ്ട. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ, ആ വീട്ടമ്മയോട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ അവരോട് ചോദിക്കാം. അവർ പറയും നിങ്ങളോട് രാജ്യത്ത് അവശ്യ വസ്തുക്കളുടെ വില അത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. Maybe the Prime Minister has been spending so much time abroad that he is not talking about India, he is talking about some other country.
ഒരുപക്ഷെ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അറിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഇന്ത്യയിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അങ്ങ് വിദേശത്താണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഇന്ത്യയെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിദേശ രാജ്യങ്ങളെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. But I would like to assure the Prime Minister that prices in India are climbing and they are going up, and the whole of India is convinced about this, regardless of what he and his media managers are trying to convince others of. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്ത് പറഞ്ഞാലും, അങ്ങയുടെ മീഡിയ മാനേജേഴ്സ് എന്ത് പ്രചാരവേലകൾ ഏറ്റെടുത്താലും, ഏത് മീഡിയ ഹൈപ്പിലൂടെ വസ്തുതകളെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും, ഞാൻ ഉറച്ചു പറയുന്നു, നാട്ടിലെ സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത വിലക്കയറ്റം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. You might have noticed that in the election the Prime Minister said the biggest issue he spoke about was about the creation of jobs. If you remember, he told all the youngsters of this country that we will create jobs for you. Do you remember that? ഈ രാജ്യത്തെ ചെറുപ്പക്കാരന്റെ മനസ്സുകളിലേക്ക് തെരഞ്ഞെടുപ്പ് റാലി സമയത്ത് കടത്തിവിടാൻ ആഗ്രഹിച്ച ഒരു സന്ദേശമുണ്ടായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാജ്യത്തെ യുവാക്കളോട് പറഞ്ഞത്, ഞങ്ങളുടെ സർക്കാരിന് ഒരു അവസരം തന്നാൽ നിങ്ങളുടെ നല്ല കാലം വരാൻ വേണ്ടി പോകുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ജീവിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തെ ചെറുപ്പക്കാരനോട് നരേന്ദ്രമോദിജി തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത്, അവരുടെ സർക്കാർ ഈ രാജ്യത്ത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്. Somehow on the birthday celebration he has not mentioned to this country how many jobs he has created. തെരഞ്ഞെടുപ്പ് സമയത്ത് ഘോരഘോരമായ വാഗ്ദാനങ്ങൾ നൽകി. പക്ഷെ സർക്കാർ ഒന്നാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോ പുതുതായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട, പുതുതായി ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു തൊഴിലവസരത്തെ സംബന്ധിച്ച് ഒരു വാചകം പറയാൻ ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പരാജയപ്പെട്ടു പോയിരിക്കുന്നു. We see the big image of the tiger with Make in India written on it, but I have not heard one youngster come to me and say I got a job from the Narendra Modi government. പരസ്യ പ്രചരണങ്ങളിൽ വലിയ ഒരു പുലി വന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന മുദ്രാവാക്യം താഴെ എഴുതി നിൽക്കുന്നത് ഞാൻ നിരവധി തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ ചെറുപ്പക്കാരൻ നരേന്ദ്രമോദി സർക്കാർ എനിക്ക് തന്ന തൊഴിലാണിതെന്ന് പറഞ്ഞ് ഒരു ജോലിയെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല. If you look at the statistics, if you look at the numbers, they are pretty clear. They show that job creation has slowed by more than 30% in the last year. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. ഈ പ്രചാരവേലകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും രാജ്യത്തെ ഗവൺമെന്റ് തന്നെ പറയുന്ന കണക്കുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ പുതുതായി നിർമ്മിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ 30% കണ്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. But that is not spoken about. The other thing that this government is doing, and I would like to inform you because it is probably the most important thing. Modi ji speaks about corruption. The fact of the matter is that the most important way to find out about corruption is called the RTI, the right to information, which the Congress party had given to this country. 30% തൊഴിലവസരങ്ങൾ കുറയുന്നതിനെ സംബന്ധിച്ച് മൗനം അവലംബിക്കുന്ന ഈ സർക്കാരിൻ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഴിമതി കഥകൾ പുറത്തു വന്നത്, ഓരോ സ്കാമുകളും വെളിവാക്കപ്പെട്ടത് BJPയുടെ നേട്ടം കൊണ്ടല്ല, മാധ്യമങ്ങളുടെ പ്രവർത്തനം കൊണ്ടുമല്ല. കോൺഗ്രസ് എന്ന ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യക്ക് വേണ്ടി കണ്ടുവച്ച വിപ്ലവകരമായ ഒരു നിയമമുണ്ട്. ഇന്ത്യയിലെ സാധാരണക്കാരനെ ശാക്തീകരിച്ച, അവന്റെ കയ്യിലേക്ക് അറിവിന്റെ ആയുധം പകർന്നു നൽകിയ വിവരാവകാശ നിയമം ഈ മണ്ണിൽ നടപ്പിലാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. Mr. Modi has not appointed the RTI commissioner, the information commissioner. Mr. Modi has not appointed the vigilance commissioner. All the institutions that can tell this country about corruption do not have heads. They are headless. Please place those people in position and we will show you exactly where the corruption is.
അഴിമതിയെ സംബന്ധിച്ച് വാതോരാതെ സംസാരിക്കുന്ന, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അഴിമതിയാണ് എന്ന് പ്രസംഗിക്കുന്ന നരേന്ദ്രമോദിജിയോട് ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ അഴിമതിയെ തടയാനുള്ള ഏറ്റവും നല്ല ആയുധം റൈറ്റ് ടു ഇൻഫർമേഷൻ, അത് പാസാക്കിയ കോൺഗ്രസ് ചോദിക്കുന്നു, എവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു ഇൻഫർമേഷൻ കമ്മീഷണർ നിങ്ങൾ നിയമിച്ചിട്ടുണ്ടോ? എവിടെ ഒരു വിജിലൻസ് കമ്മീഷണർ നിയമിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആർജവമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ അവരെ നിയമിച്ചാൽ കോൺഗ്രസ് കാണിച്ചു തരാം അഴിമതി എവിടെ നടക്കുന്നുവെന്ന് കോൺഗ്രസ് നിങ്ങളെ ബോധ്യപ്പെടുത്താം. So what have you got in the last 1 year? You have not got jobs. Your land is being readied for acquisition. What have you got? അങ്ങനെയെങ്കിൽ ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന് ലഭിച്ചതെന്താ? ഒരു പുതിയ തൊഴിലവസരം എവിടെയും ലഭിച്ചതായി പറയപ്പെടുന്നില്ല. പിന്നെ എന്തിനാണ് രാജ്യം തയ്യാറായി നിൽക്കുന്നത്? രാജ്യം തയ്യാറായി നിൽക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഭൂമി അത് കോർപ്പറേറ്റുകളുടെ പിടിയിൽ അമരാൻ ഏതാനും ദിനങ്ങൾ മാത്രം ബാക്കി എന്ന നിലക്ക് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ് ഈ ഗവൺമെന്റ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. You have got no action, maximum oratory സർക്കാർ. ഈ രാജ്യത്ത് പലതരത്തിലുള്ള പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നു. മോഡൽ ഓഫ് ഡെവലപ്പിംഗ് ഇന്ത്യ, മോഡി എന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമോ നമോ എന്ന് വിളിച്ചിരുന്ന ആളുകൾ ഇന്നിപ്പോ അതൊന്നും മാറ്റി പറയേണ്ട അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമോ എന്ന് പറയുന്നതിന്റെ അർത്ഥം നോ ആക്ഷൻ, മാക്സിമം ഒറേറ്ററി, ഒരു പ്രവർത്തനവുമില്ല, പ്രസംഗം മാത്രം എന്ന തലത്തിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. Every day there is a new headline. Sometimes it is Swachh Bharat, Clean India. Sometimes it is your Prime Minister has gone to Canada. Sometimes he is in Mongolia. Sometimes he is in some other country. You are not getting any jobs. Prices are rising and your land is being taken away. ഈ സർക്കാരിന്റെ ആപ്തവാക്യം ഒരു ദിവസം എല്ലാ പത്രമാധ്യമങ്ങളിലും ചുരുങ്ങിയത് ഒരു തലക്കെട്ടെങ്കിലും എന്നാണ്. പത്രമാധ്യമങ്ങളിലെ തലക്കെട്ടുകളിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു സർക്കാരായി ഇത് മാറുന്നു. ഓരോ ദിവസവും വാർത്തകളാണ്. പ്രധാനമന്ത്രി ചൂലുവെടുത്ത് വരുന്നു, പ്രധാനമന്ത്രി കാനഡയിൽ പോകുന്നു, പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുന്നു. ഇങ്ങനെ തലക്കെട്ടുകളിൽ മാത്രം അഭിരമിക്കുന്ന ഒരു സർക്കാരായി ഈ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. I would like to conclude by wishing the Soot Boot Sarkar a happy birthday, and I would like to warn them. I would like to give them a little bit of advice. If they carry on in this manner, the poor people of this country, the Kisan of this country, the Mazdoor of this country, the small businessman of this country will not let them have 5 birthday parties. ഇങ്ങനെ പോയാൽ ഈ രാജ്യത്തെ കർഷകർ ഒരു തീരുമാനമെടുക്കും. ഇങ്ങനെ പോയാൽ ഈ രാജ്യത്തെ തൊഴിലാളിക്ക് ഒരു തീരുമാനമെടുക്കേണ്ടി വരും. ഇങ്ങനെ പോയാൽ ഈ രാജ്യത്തെ ചെറുകിട കച്ചവടക്കാരൻ അവനവന്റെ ഉള്ളിൽ തട്ടി ഒരു തീരുമാനമെടുക്കും. ഈ സർക്കാരിന് 1-ാം വാർഷികത്തിന്റെ സന്തോഷകരമായ ജന്മദിനം ഞാൻ നേരുമ്പോഴും ഞാൻ അവരെ താക്കീത് ചെയ്യുന്നു. ഇങ്ങനെ പോയാൽ നിങ്ങൾ 5 വർഷത്തെ ആഘോഷം ഈ മണ്ണിൽ നടപ്പില്ല എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So please stop the oratory and start the action. Thank you.